ഹേ വാട്ട്സ് ഗോയിങ് ഓൺ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഫൈനലി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. സോ നിങ്ങൾക്ക് എന്തെങ്ങനെ അത് അടിപൊളിയായിരിക്കും എന്നുള്ളതൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. സോ ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഡെക്കാത്തലോണ് പോകുന്നുണ്ട്. അച്ഛനെ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഡ്രസ്സ് ഒരു സാധനം മേടിക്കാം. ഞാൻ വെച്ചു അവിടെ പോകണ ചെറിയൊരു വ്ളോഗായിരിക്കും. മേ ബി ഇതൊരു 2-3 മിനിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ വ്ളോഗ്. സോ അവൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. ആ ഫ്രണ്ടിനെ കൂട്ടിയിട്ടാണ് അവനെ കൂട്ടിയിട്ടാണ്. അവൻ്റെ പേരെന്ന് പറയുന്നത് അഭിനവാണ്. ഓനിവിടെ കൊച്ചിയിൽ ഓൾമോസ്റ്റ് ഞാൻ വന്നിട്ട് 4 ഇയർ, ഓൻ വന്നിട്ട് മേ ബി ഒരു 1.5 ഇയർ ആയിട്ടുള്ളൂ തോന്നുന്നു. സോ അങ്ങനെ ഇപ്പോൾ ഇന്ന് ഡെക്കാത്തിൽ പോകണ ചെറിയൊരു വ്ളോഗാണ്. താഴെ വന്നിട്ടുണ്ട്, കാണിച്ചു തരാൻ. ഇതാണ് മിസ്റ്റർ അഭിനവ്. മിസ്റ്റർ അഭിനവ്, അഭിനവ് ഓനാണെങ്കിൽ ഓൾമോസ്റ്റ് എന്നെക്കാട്ടും ചടപ്പാണ് അവൻ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയൊക്കെ ഓനത്തെ ചോദിച്ചോക്കാം. ഫസ്റ്റ് വ്ളോഗാണ്. ഓനത്തെ നമുക്ക് അഭിപ്രായം ചോദിച്ചോക്കാം എങ്ങനെയുണ്ട് നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വ്ളോഗിനെ പറ്റി ചോദിച്ചേക്കാം. കുന്നിക്കൽ അഭിനവ്. ചിരി വരുന്നടാ. ഒന്നുമില്ല, സിദ്ധുവിന് തോർത്തുണ്ട് മേടിക്കാൻ വേണ്ടി പോവാന്. ഇത് ഫസ്റ്റ് വ്ളോഗായിട്ട് ഭയങ്കര കൊളാവും തോന്നുന്നു. ഒരു വെഗിൾ പിടിച്ചൊരു വ്ളോഗായിരിക്കും മിക്കവാറും ഇത് നടക്കാൻ പോകുന്നത്. നമുക്ക് ഡെക്കാത്തില് പോണം. സിദ്ധുവിന് എന്താ പിടിക്കാനുള്ളേ? അവനൊരു ടവല് മേടിക്കണം. അവൻ പുറത്തോട്ട് ചെയ്യാം. അപ്പോൾ ഒരു ടവല് മേടിക്കാൻ വേണ്ടി പോവാണ്. മിക്കവാറും നല്ലൊരു വെഗിൾ പിടിച്ച വ്ളോഗായിരിക്കും ഗൈസ്. ആക്ച്വലി ഇവൻ എന്തെന്ന് പോകേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പുറത്തോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സിദ്ധാർത്ഥ നമ്മളെ ഫ്രണ്ട് സിദ്ധാർത്ഥാണ്. അവൻ പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഓനക്കൊരു ബാത്തവല് മേടിക്കാൻ വേണ്ടി പോവാണ്. അതപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. എഡിറ്റ് ചെയ്ത് എന്തായാലും ഞാൻ ഇടും. പോസ്റ്റ് ചെയ്യാൻ ഉറപ്പാണ്. മരൊക്കെ നേരിക്കൊക്കെ വരുന്നുണ്ടല്ലോ പുറത്താണ്. പോടാ. മേ ബി ചിലപ്പോൾ ഇത് സൗണ്ട് കേൾക്കാം, സൗണ്ട് കേൾക്കാതിരിക്കാം. സോ മാക്സിമം ഞാൻ അടുത്ത് വെച്ചിട്ടാണ് ഇത് അടുത്ത് വെച്ചിട്ടാണ് പറയുന്നത്. എന്താ പറയുള്ളത്? ഇവിടെ കയറാൻ വഴിയില്ല. എങ്ങോട്ടാ പോണേ? ഇല്ല, അപ്പുറത്ത് വാങ്ങി. ആ പമ്പിൻ്റെ അവിടെ അല്ല, യൂട്ടേൺ. ഗൈസ് ഇവിടെ കുണ്ടും കുഴിയാണ് ഗൈസ്. ഇവിടേക്കും വീണ് ചത്തില്ലെങ്കിൽ കാണാം നാളെ രാവിലെ. അല്ലെങ്കിൽ നാളെ രാവിലെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പൊ കാണാം. മേ ബി എനിക്ക് തോന്നുന്നു 1x ഷൂട്ട് ചെയ്യുന്ന കുറച്ചുകൂടി ബെറ്റർ. 1x ഷൂട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്റിൻ്റെ വോയിസ് എനിക്ക് അറിയില്ല. ഇത് വീഡിയോ എടുത്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കാറ്റിൻ്റെ വോയിസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ. നോയിസ് ക്യാൻസലേഷൻ ആവുന്നുണ്ടോ ആവുന്നില്ല എന്നൊക്കെ. അതാ ഇവിടുന്ന് യൂട്ടർ എടുത്തോ. ഇവിടുന്ന് ആയിട്ട് കുറച്ചുകൂടി ബെറ്റർ കിട്ടും. ഐഫോണിന്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു. എടാ കൊണ്ടേ തള്ളിയിടലടാ, കൈയൊക്കെ വിട്ട് സംസാരിക്കലടാ. ആക്ച്വലി അല്ലേ ഈ 1x നല്ല 0.5 ഇടുന്ന കുറച്ചുകൂടി ബെറ്റർ. അതാകുമ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് സാധനങ്ങൾ കിട്ടും ചെയ്യും. ഒരു ആക്സിഡന്റ് ആയിട്ടുണ്ടോന്ന് അവിടെ പിന്നെ ഫുഡ് ചെയ്യാൻ ഇപ്പൊ ഒരു ചായ അടിക്കണം, ഫുഡ് പിന്നെ കഴിക്കാം. നോക്കട്ടെ കേട്ടോ. എല്ലാം നടപടിയാവും. കടിയുണ്ട് ഇവിടെ ചായക്കടി. ഭയങ്കര ഇൻട്രോട്ടോ. നമ്മൾ രണ്ടുപേരും ഭയങ്കര ഇൻട്രോട്ടായതുകൊണ്ട് ഇവിടെ നല്ല പപ്സ് ഇരിപ്പുണ്ട്, ചൂട് പപ്സ് ഉണ്ട്, മുട്ട ഇരിപ്പുണ്ട്. കാണാം എന്താ സാൻഡ്വിച്ചൊക്കെ ഇവൻ കഴിക്കുന്ന സാൻഡ്വിച്ചാണ്. ജിമ്മിലൊക്കെ പോയി ഡയറ്റ് ഒക്കെ എടുത്തിട്ട് സാൻഡ്വിച്ച് കഴിച്ചടക്കാം. കള്ളപ്പന്നി സാൻഡ്വിച്ച് ഫാറ്റ് കേട്ടോ. എനിക്ക് ബ്ലാക്ക് ടീ എടുക്കുന്നുണ്ട്. എടാ അതല്ല, എന്നെ കൂട്ടിയിട്ടാണോ ഞാൻ ഇനി പ്രൊമോഷനൊക്കെ എടുക്കാൻ വേണ്ടി പോവാ? അല്ല അതിൽ പെട്രോൾ ഉണ്ടെന്നുണ്ട്. സാൻഡ്വിച്ച് ഞാൻ കഴിക്കില്ല. നീ കഴിഞ്ഞ ആഴ്ച കഴിച്ചാണോടാ? ഒരു ബൈറ്റ് എടുക്കുന്നോട്ടെ. ഒരു ബൈറ്റ് എടുക്കുന്ന പ്രശ്നം. നിങ്ങളുടെ ഫ്ലാഷ് ഓഫ് ആക്കാൻ പറഞ്ഞു പോരാ. ആക്ച്വലി നമ്മൾ ഷുഗർ കിട്ടുന്നില്ല. ബ്ലാക്ക് ടീ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ്. ബ്ലാക്ക് ടീ വേണോ? പൊള്ളി പോലടാ.
സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടോ എനിക്ക്? സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടോ? ആ മുഖം നോക്കിട്ട് പറ. യെസ്, നമ്മളിന്ന് സോഷ്യൽ ആങ്സൈറ്റി രണ്ടുപേർക്കുണ്ട്. പക്ഷെ നമ്മളത് എന്താ മുടി തടി വെട്ടാൻ പോയതാ, പക്ഷെ നടന്നില്ല. പിടിച്ചു. ഇന്ന് നടന്നില്ല. നമ്മളിന്ന് ഫുൾ ഫ്രണ്ട് ക്യാമിൽ ഷൂട്ട് ചെയ്യും അല്ലേ? പിന്നെ പോണെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഫ്രണ്ട് ക്യാമിൽ ഓട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്ക് ക്യാമിൽ ഓട്ടിക്കാൻ. എന്ത് ഏത്? ഇതൊക്കെ വരും, കുറച്ചൊക്കെ എന്റർടൈൻമെന്റ് ആവണ്ടേ. ഇവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. എടാ അതെവിടെയുള്ള ആ ടവൽ എവിടെയുള്ള? ഞാനൊരു വാങ്ങിയ നീയല്ലേ അത് ആ സെക്ഷൻ എനിക്ക് അതുകൊണ്ട് വെച്ചാൽ പിങ്ക് വേണോ ചെയ്യൂക്ക്? ഇതായിരിക്കും 600. ആ അതുണ്ട്. വേണ്ടെന്നുണ്ടാവൂലേ? എടുത്ത് വാങ്ങി വിളിച്ചു ചോദിച്ചോക്കെ. നമ്മൾ ആക്ച്വലി ഇൻഡോർ ടൈം കൊണ്ട് എടുക്കണേ. ജസ്റ്റ് ഈ ഒരു ടവലാണ് എടുക്കാൻ പോകണം. ഇവന് 600 രൂപ ടവലിലേക്ക് വിളിക്കുള്ളൂ. ഇപ്പൊ മാത്രല്ല, ഞാനും 600 രൂപ മേടിച്ചിട്ടുണ്ട്. കറങ്ങാനാ എന്തുകൂടെ സ്കേറ്റിംഗ് കൂടോ? അത് ആ മൂലിക്കല്ലല്ലോ സ്കേറ്റിംഗ് കൂടെ വന്നു. എക്കാലത്തിലൊന്നും കയറണ മാത്രം കണ്ടില്ല. നമ്മളെ സാധനം മേടിക്കുന്നെങ്കിലും കണ്ടില്ലല്ലോ. കാരണം മേടിക്കുന്ന കഞ്ചുറക്കടാ, ടവൽ കഞ്ചുറക്കടാ. എന്താ ഈ ഒരു സാധനം മേടിച്ച് ഒരു ബാത്ത് ടവൽ അവനക്ക് കുളിക്കാൻ 600 രൂപ കുളിച്ച് തുടങ്ങിയുള്ളൂ. അവൻ എല്ലാത്തിലൊന്നും തുടങ്ങിയില്ല. കാശുകാരനായിപ്പോയില്ലേ അവൻ്റെ ഒരു ഗതികേട്. അവിടെ പോകുമ്പോ അവന്റെ വണ്ടി ഇറങ്ങിട്ടുണ്ട് നമുക്ക്. സിദ്ധാർത്ഥ വണ്ടി എടുക്കുക. അങ്ങനെ ഡെക്കാത്ലോണത്തെ പരിപാടി കഴിഞ്ഞ് ഇനി എന്താണ് ഫുഡ് കഴിക്കാൻ പോയി. നമ്മളങ്ങനെ കൊച്ചി തെരുവുകളിലൂടെ അറഞ്ചം പുറഞ്ചം വണ്ടി ഓട്ടിക്കാൻ. കാരണം എനിക്ക് കൊച്ചിയിൽ വന്നിട്ട് എന്താ തോന്നണേ, ഇത്ര കാലായില്ലേ മൈൻഡ് ഇല്ലാണെങ്കിൽ രക്ഷപ്പെടാൻ പറ്റിയൊരു പ്ലേസാ. പക്ഷെ എനിക്ക് ഇപ്പൊ ബിസിനസ് പരമായിട്ടാണെങ്കിലും ഇതേമാതിരി വ്ളോഗ് ആ രീതിയിലാണെങ്കിലും ശരിയാ. പക്ഷെ മൈൻഡ് ഉണ്ട്, അതിനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റിയൊരു പ്ലേസ് ആണ് കൊച്ചി. കൊച്ചിയിൽ കുറച്ച് എക്സ്പെൻസീവ്. പക്ഷെ എനിക്ക് അങ്ങനെ എക്സ്പെൻസീവ് ആണ് തോന്നില്ല. പക്ഷെ എക്സ്പെൻസീവ് എന്ന് പറയാനൊന്നുമില്ല, അത് എക്സ്പെൻസീവ് നമ്മളാക്കുന്നതാടാ. അഫോർഡബിൾ ആയിട്ട് ഇവിടെ ജീവിക്കാം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ പഠിച്ചു തീർന്നിട്ട് വേറെ പരിപാടി നോക്കാം. ഇടയിൽ കൂടെ വേറെ പരിപാടിക്ക് പോയാലാണ്. പിന്നെ നമ്മള് പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോയാലൊക്കെയാണ് മുമ്പ്. അതെ, പിന്നെ മാക്സിമം നിങ്ങൾ ഈ ലോണൊന്നും എടുക്കാണ്ടിരിക്കല്ലേ, ഈ ആപ്പ് ലോൺ അങ്ങനത്തെ പരിപാടിയൊക്കെ. കാരണം അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൊച്ചിയിൽ വന്നാൽ എല്ലാവരും ആപ്പ് ലോൺ എടുക്കാൻ തുടങ്ങും. നല്ല രീതിക്ക് പെട്ടു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറെ പേരുണ്ട് നമ്മുടെ കൂട്ടത്തിലും, എല്ലാം കൊണ്ടും ഉണ്ട്. മാക്സിമം ലോൺ എടുക്കാണ്ടിരിക്കുക. പൈസക്ക് ബുദ്ധിമുട്ട് വന്നാൽ വീട്ടിൽ പോവുക, എന്നിട്ട് അവിടെ പോയി ഒരു മാസം ഇരിക്കുക. അല്ല കൂട്ടെ, ഹലോ ഇത് ഷൂട്ടിങ്ങും കഴിക്കലൊക്കെ ടാസ്ക്കാണ്. സോ ഫൈനലി ഫ്രൈഡ് റൈസ് നോക്കാം. പുതുക്കത്തെ സ്പൈസി ആണോ? എവിടെ കണ്ടു ഭയങ്കര സ്പൈസി ആയി പോയി. സാധനം ഫ്രൈഡ് റൈസ് കൊള്ളാം. പക്ഷേ ഒടുക്കത്തെ സ്പൈസിയാണ്. കേസ് വൃത്തിയായിട്ട് മുളകുണ്ട്, കടിച്ചിട്ട് പുകഞ്ഞ എല്ലാം കൂടിയിട്ട്. ഞാൻ ഈ ബായി ഉണ്ടാക്കുന്ന വൃത്തിയായിട്ട് തോന്നി. നമുക്ക് എന്ത് തോന്നിയിട്ടുണ്ട് പറയൂ. ഫ്രൈഡ് റൈസ് ഇവനെ മിക്കവാറും നമ്മൾ ഫുഡ് ചെയ്യാൻ പോകുമ്പോ നമ്മളെ റിവ്യൂ ഒക്കെ പറയാൻ പറ്റണെങ്കിൽ നമുക്ക് 2 സെക്കൻഡില് രണ്ട് സെക്കൻഡിൽ നമുക്ക് ബ്ലോഗിനെ എൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോസ്മോസിലും പോകുന്നുണ്ട് ഗൈസ്. ഒരു ലെങ്ത് വീഡിയോ ആയിരിക്കും. എത്ര മിനിറ്റ്? 10 മിനിറ്റ്. നോക്കാം, ഡീറ്റെയിൽ അയക്കാന്ന് പറഞ്ഞേ. അപ്പുറത്ത് പുതിയ വേണം. കേസ് ഫുഡ് കഴിച്ചു. ഫുഡ് മോശം പറയാനൊന്നുമില്ല, നല്ല ഫുഡാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതുവരെ അങ്ങനെ വൃത്തിയില്ലാണ്ട് ഉണ്ടാക്കുന്നതൊന്നും കണ്ടിട്ടില്ല. ആകെ ഇവിടെ കണ്ടത് ആ ഷോപ്പിനെ ഉള്ളൂ, ഫ്രൈഡ് റൈസ് വൃത്തിയില്ലാണ്ട് ഉണ്ടാക്കുന്നത്. വൃത്തിയുള്ളത് റൈസിന് ക്വാളിറ്റി അതിന്റെ ഉള്ളൂ. ബെറ്റർ ആണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അവിടെ വൃത്തിയില്ലാണ്ട് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, നമുക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യാം. അടുത്ത പുതിയ കട നോക്കാം നമുക്ക്. അത്രേ ഉള്ളൂ. ഈ ഷോപ്പിന്റെ വീഡിയോ നമ്മൾ പിന്നെ ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും. ബിക്കോസ് നമുക്ക് ഒരു കിടിലും ക്രീമാണ് ഷോപ്പ്. കല്ലൂരാണത്, കല്ലൂരിൽ എല്ലാവർക്കും അറിയാം. പിന്നെ സോഡ സർബത്തല്ലല്ലോ സൂപ്പർ സോഡ അല്ലേ പറയട്ടെ. എനിക്ക് ബണ്ണ് വേണ്ട, ബണ്ണ് പിന്നെ ദിവസം വരാം. ബണ്ണ് പിന്നെ ദിവസം വരാന്ന്. പിന്നെ ഷോപ്പാണ്. എൻ്റെ വിഷമം മാറാൻ നമ്മളൊരു എന്താ കുടിക്കാൻ പോണേ? ഉപ്പ് സോഡ കുടിച്ചോക്കെ. ഉപ്പ് സോഡ കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിഷമം മാറുന്ന പറയുന്നത്. ചെക്കനും എന്തോ സെഡ് അടിച്ച ചായ കുടിച്ച വയറിന് പറ്റില്ല. സോ ഫൈനലി അങ്ങനെ ഫസ്റ്റ് വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എഡിറ്റ് ചെയ്യണം. സോ ഫൈനലി നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് റൂമിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഷോ സം ലവ് ഗൈസ്. ബൈ.